നമസ്കാരം. എൻ്റെ പേര് ആരതി. എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കുന്നത് ഓൺലൈൻ ട്യൂട്ടറിങ് ജോബിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് സ്റ്റഡിയോടൊപ്പം, അതായത് എസ്പെഷ്യലി ഞാൻ പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിനോടൊപ്പം എങ്ങനെ ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് ജോബുമായിട്ട് മുന്നോട്ട് പോകാം. ഞാൻ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനും ഓൺലൈൻ ട്യൂട്ടറിങ്ങും കൂടെ. നമുക്ക് ഈ ഒരു കറണ്ട് സിനേറിയോയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളൊരു ജോബാണ് ഓൺലൈൻ ട്യൂട്ടറിങ്. അത് എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വൈഫ്സിനും പഠിക്കുന്ന സ്റ്റുഡൻസിനുമൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ്. അതായത് നമുക്കൊരു ചെറിയ രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ജോബ് കൂടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ സംസാരിക്കാം. എനിക്ക് ആ ഒരു ജോബ് ഞാൻ എത്തിപ്പെട്ടത് എങ്ങനെ, ആ ജോബിലൂടെ എനിക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെയാണ് രണ്ടും കൂടെ എക്സാം പ്രിപ്പറേഷനും ഓൺലൈൻ ട്യൂട്ടറിങ് ജോബും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓൺലൈൻ ട്യൂട്ടറിങ് ജോബ് എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വന്നത് ഏതോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോഴാണ്. എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ, നമുക്കറിയാം ഓൺലൈൻ ജോബ്സിനെ പറ്റിയുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അതിലേതോ ഒന്ന് കണ്ടപ്പോഴാണ് ഈ ഓൺലൈൻ ട്യൂട്ടറിങ് ജോബിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ കാണുന്നത്. അത് ഏതൊക്കെയോ സൈറ്റ്സ്, അതായത് ഓൺലൈൻ ട്യൂട്ടറിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏതൊക്കെയോ സൈറ്റ്സ് അവർ പറഞ്ഞിട്ടുള്ള, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഞാനും ആ സൈറ്റൊക്കെ പോയി തപ്പി, അതിനകത്ത് സൈനപ്പൊക്കെ ചെയ്തു, രജിസ്റ്ററൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് അതിൽ നിന്നൊന്നും ഒരു ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഏതോ ഒരു ആപ്പ്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ പറയുന്നില്ല. ആ ഒരു ആപ്പ് ഞാൻ സൈനപ്പ് ചെയ്തു, രജിസ്റ്റർ ചെയ്തപ്പം എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ഞാൻ പ്രിഫർ ചെയ്ത സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആയിരുന്നു. അങ്ങനെ എനിക്ക് മാത്സ് അവർ എടുക്കാനുള്ള ഒരു ചാപ്റ്ററും കുറച്ച് പോർഷൻസും ഒക്കെ തന്നു. എന്നെ ഓൺലൈൻ ഗൂഗിൾ മീറ്റ് വഴി അവർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. ഞാനതിൽ സെലക്റ്റായി. പക്ഷേ എനിക്ക് അതിൽ നിന്നും സ്റ്റുഡൻസിനെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പം എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഒരു വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഞാൻ 1 വർഷം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അതിൽ സെലക്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കോൺഫിഡൻസ് ആയി, എനിക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തേക്ക് ഞാൻ അല്ലാതെ എങ്ങനെ കിട്ടാം സ്റ്റുഡൻസിന്, ഈ ആപ്പോ സൈറ്റ്സോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ കിട്ടാം എന്ന് ഞാൻ നോക്കി. അപ്പം ഞാൻ ആദ്യം എൻ്റെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആഡ് ഇട്ടു. ഇത് കണക്ക് ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. മാത്തമാറ്റിക്സ് ആണ് ഞാൻ ആദ്യം മാത്തമാറ്റിക്സ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. മാത്തമാറ്റിക്സ് ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, DM ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഒരനക്കവുമില്ല. പിന്നെ ഞാൻ അടുത്ത വഴി ആലോചിച്ചു, എങ്ങനെ ഇനി കൂടുതൽ. ഇപ്പം ഞാൻ എൻ്റെ കോൺടാക്ട്സിലുള്ള ആർക്കും അത് ആവശ്യമില്ല എന്ന് മനസ്സിലായത്. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഇട്ടാൽ എൻ്റെ കോൺടാക്ട്സിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് പേർക്കല്ലേ കാണും. അപ്പം ഞാൻ അത് കൂടുതൽ പേരിൽ എങ്ങനെ എത്തിക്കാമെന്ന് വെച്ചപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മനസ്സിലോട്ട് തെളിഞ്ഞത്. ഞാൻ ഫേസ്ബുക്കിൽ കയറിയിട്ട് കുറച്ച് ഗ്രൂപ്പ്സൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് കേരള ഓൺലൈൻ ട്യൂഷൻ എന്നൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറേ ഗ്രൂപ്പുകൾ വന്നു. ആ ഗ്രൂപ്പുകൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ഗ്രൂപ്പുകളിൽ കയറിയിട്ട് ജോയിൻ ചെയ്തിട്ട് ഈ ഓൺലൈൻ ട്യൂഷൻ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓൺലൈൻ ട്യൂഷൻ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇഷ്ടം മാതിരി ഗ്രൂപ്പുകൾ വരും. അതിൽ നമ്മൾ ഈ കേരളയിൽ നിന്നുള്ളതുകൊണ്ട് അബ്രോഡ് അങ്ങനെയൊക്കെ ഒരുപാട് വരും. എല്ലാത്തിനും കയറി കണ്ണു അടച്ച് ജോയിൻ ചെയ്ത് കളയരുത് കേട്ടോ. ഒന്ന് നോക്കണം അതിലെ പോസ്റ്റും കാര്യങ്ങളും ഗ്രൂപ്പൊക്കെ ഒന്ന് ഓവറോൾ നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ 1-2 ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തു. കേരളയിൽ തന്നെ ഉള്ളത് കേരള ഓൺലൈൻ ട്യൂട്ടർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗ്രൂപ്പുകളിൽ ചെയ്തിട്ട് ഞാൻ ആ ഗ്രൂപ്പിലോട്ട് ഈ പോസ്റ്റ് ഇട്ടു. അതായത് ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ഫോർ സ്ട്രീം, അതായത് CBSE, ICSE, കേരള, പിന്നെ ക്ലാസ് സബ്ജക്ട്സ് മാത്തമാറ്റിക്സ് ആണ് ഞാൻ ആദ്യം ഇട്ടത്. അപ്പം എനിക്ക് ഫസ്റ്റ് അതിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടി. പിന്നെ ഒരു കുട്ടിയെ കിട്ടി. അതിന് പക്ഷേ നമ്മൾ ഈ ഓൺലൈൻ ട്യൂഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ആദ്യം ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു മോക്ക് ക്ലാസ് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ഓൺലൈൻ ട്യൂഷനാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ്, അതായത് നമ്മുടെ ടീച്ചിങ് സ്റ്റൈൽ ഒന്നും അവർക്കറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യമേ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാതെ ഒരു മോക്ക് ക്ലാസ് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് പറ്റും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അപ്പം എന്നെ ആ ഒരു പോസ്റ്റ് വഴി ഒരു കുട്ടിയുടെ പേരൻറ്റ് കോൺടാക്റ്റ് ചെയ്തിട്ട് എന്നോട് ഇത് കണക്ക് ഈ കുട്ടി ഇന്ന ക്ലാസ്സിലാണ്, ഇത് കണക്ക് ഈ ട്യൂഷൻ, ഈ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ട്യൂഷൻ വേണം എന്നൊക്കെ പറഞ്ഞു, മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എടുക്കാം.
ഗൂഗിൾ മീറ്റ് വഴി, ഞാൻ ഗൂഗിൾ മീറ്റ് വഴിയാണ് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം തരൂ, ഞാൻ മോക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാഫ് ആൻ അവറാണ് മോക്ക് വരുന്നത്. അപ്പോൾ ഞാൻ മോക്ക് ക്ലാസ് എടുത്തപ്പം കുട്ടി ഓക്കെയാണ്, മനസ്സിലാവുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു ക്ലാസ് വെച്ചിട്ടാണ് എൻ്റെ ഓൺലൈൻ ട്യൂട്ടറിങ് എന്ന് പറയുന്ന ഒരു ജോബ് തുടങ്ങുന്നത്. അത് ഞാൻ പിന്നെ ഒരു നമ്മുടെ ഈ മറ്റേ ഹോം ട്യൂഷൻസ് കണക്കല്ല, അവർലി പേയ്മെൻ്റ് ആണ്. നമ്മൾ ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബെനിഫിറ്റാണ് ഓൺലൈൻ ട്യൂഷൻ കൊണ്ട്. അവർലി പേയ്മെൻ്റ് ആണ്, അതായത് ഒരവറിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് തരുന്നത്. അപ്പോൾ നമ്മൾ എത്ര ടൈം പഠിപ്പിക്കുന്നോ അത്രയും ടൈമിന് അവർക്ക് പേ ചെയ്താൽ മതി. അപ്പോൾ അവർക്കും അതൊരു ഇതാണ്, അതായത് അവരുടെ കുട്ടിക്ക് എത്ര ടൈം ട്യൂഷൻ കിട്ടുന്നോ അതിന് പേ ചെയ്താൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജോലി എടുത്ത ടൈമിന് എത്ര കിട്ടുന്നോ അത് മതി എന്നുള്ളൊരിത്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷും വരത്തില്ല ഈ ഫീയുടെ കാര്യത്തിൽ. പിന്നെ ചിലവർക്ക് ഈ നമ്മൾ പറയുന്ന ഫീ അത്ര, എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളതിൽ ചിലവർക്ക് ഫീ ഓക്കെ ആയിരിക്കത്തില്ല. അപ്പം ഞാൻ ചിലവർക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ചിലവർ നമുക്ക് ഒട്ടും ഒരു ബെനിഫിറ്റ്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 1-to-1 ട്യൂഷനാണ് എടുക്കുന്നത്. ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് 1-to-1 ട്യൂഷനാണ് പേരൻസ് പ്രിഫർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടിയിട്ടാണ് അവർ ഒന്നാമത്തെ കാര്യം ട്യൂഷന് ചേർക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ക്ലാസ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പം അവർ 1-to-1 ട്യൂഷനാണ്. അതും ഈ ഓൺലൈൻ ട്യൂഷൻ്റെ വലിയൊരു ലിമിറ്റേഷനാണ് കേട്ടോ. കൂടുതൽ പേരൻസും 1-to-1 ട്യൂഷനെ ഇതിന് പ്രിഫർ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നീക്കി വെക്കേണ്ടി വരും. എനിക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ ട്യൂഷൻ വരുമ്പം എനിക്ക് എടുക്കാൻ പറ്റാറില്ല, അത് ടൈം ക്ലാഷ് വരും. അപ്പം എനിക്കിപ്പം കറൻ്റ്ലി 8 കുട്ടികളുണ്ട്. 8 കുട്ടികളെ ഞാൻ ഓൺലൈനായിട്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കുട്ടികൾ അബ്രോഡുള്ളതാണ്, കുറച്ച് നാട്ടിൽ തട്ടുള്ള കുട്ടികളുമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ഫേക്കുകളും നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഫേസ്ബുക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, എല്ലാവർക്കും ആക്സസിബിളാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഫൂളാക്കാൻ വേണ്ടിയിട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ബോധേഡായിരിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളത് തിരിച്ചറിയാൻ ശ്രമിക്കണം. പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് 2-3 എണ്ണമൊക്കെ അങ്ങനെ ഒരു ഫ്ലേട്ടിംഗ് ആയിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പം പിന്നെ ഞാൻ ഇനി പറയാനുള്ളത്, കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, നമ്മൾ സിലബസ് അറിയാം, SCRT NCRT ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് അറിയാം. നമ്മുടെ PSCയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം റെയിൽവേ ഒക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഈ ഓൺലൈൻ ട്യൂഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലൂടെയൊക്കെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഓൺലൈൻ ട്യൂഷൻ കിട്ടുന്ന CBSE സ്റ്റുഡൻസിൻ്റെ ആയിരിക്കും. കേരളയൊക്കെ വളരെ കുറച്ച് കിട്ടത്തുള്ളൂ. അബ്രോഡുള്ള സ്റ്റുഡൻസൊക്കെ മിക്കപ്പോഴും CBSE ആയിരിക്കും. CBSE ആണ് കൂടുതലും കിട്ടാൻ ചാൻസ്. അപ്പോൾ CBSE ആകുമ്പോഴത്തേക്കും നമ്മൾ NCRT ടെസ്റ്റാണ് പഠിപ്പിക്കേണ്ടത്. അപ്പം ആ NCRT കവർ ചെയ്ത് പോകും. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ പഠിപ്പിക്കാൻ കംഫർട്ടബിൾ, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഫുൾ കവറേജ് കിട്ടുകയാണ് ആ ഒരു സബ്ജക്റ്റ് എടുത്ത് കൊടുക്കുമ്പോൾ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓൺലൈൻ ട്യൂഷൻ എടുക്കുമ്പോൾ ഡബിൾ ബെനിഫിറ്റാണ്. ഒന്ന്, നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിന് പൈസയും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് വേണം. ഫോണിലെടുക്കുന്ന അത്ര ഒരു സുഖമുള്ള പരിപാടിയായിട്ട് ഞാൻ ഫോണിൽ ഇതുവരെ ട്യൂഷൻ എടുത്തിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഞാൻ ലാപ്ടോപ്പ് വഴിയാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ വേറെ ഡിവൈസുകളൊന്നുമില്ല, പെൻടാബോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഞാൻ ലാപ്പിൽ തന്നെയാണ് ബോർഡ്, ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ വൈറ്റ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഷെയർ ചെയ്ത് അതിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇനി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. എനിക്കൊരു ലാപ്ടോപ്പാണ് എൻ്റെ മെയിൻ ഡിവൈസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ റൈറ്റ് ചെയ്യുന്നതൊക്കെ ലാപ്ടോപ്പിൻ്റെ ടച്ച് പാഡ് യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ റൈറ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ അതിൽ എഴുതി എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ റൈറ്റിംഗ് പാഡ് പെൻടാബൊക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിനൊക്കെ ഒരുപാട് വിലയായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ആ രീതി ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവർലി പേയ്മെൻ്റ് ആണ്. അവർലി പേയ്മെൻ്റ് ആകുമ്പം തന്നെ നമുക്ക് എല്ലാം കൂടെ ഓരോരുത്തരും ഓരോ ടൈമിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അതേപോലെ ഇത്ര ക്ലാസ് എനിക്കുള്ള ഈ 8 സ്റ്റുഡൻസിൽ കുറച്ച് പേരൻസൊക്കെ ഞാൻ ചോദിക്കുമ്പം എനിക്കൊരു എമൗണ്ട് ആകുമ്പോൾ അറിയാമല്ലോ, ആ എമൗണ്ട് ആകുമ്പോൾ ഞാൻ ചോദിക്കും, എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരും.
ചിലവർ എന്തുവാ ഒരു മാസം അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കാനില്ലാത്തവരായിരിക്കും. അപ്പം ഈ സാലറി കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പം അങ്ങനെ ചെയ്തു. അപ്പം നമുക്കൊരു എമൗണ്ട് ഒരുമിച്ചൊന്നും കൈ കിട്ടത്തില്ല, പക്ഷേ എപ്പോഴും നമ്മുടെ കയ്യിൽ കാശ് കാണും കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഫീസ് തരും എനിക്ക്. അപ്പം അങ്ങനെ കാശ് കാണും. അപ്പം നമുക്കിങ്ങനെ റോൾ ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പം അത് വലിയൊരു ബെനിഫിറ്റാണ്. അപ്പം എനിക്ക് സാലറി കിട്ടുവാണെങ്കിൽ നമുക്ക് സാലറി ഇതെടുത്ത് മറ്റേടത്തങ്ങ് പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞു പോകും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കൊച്ചിൻ്റെ ഫീസ് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് റോൾ ചെയ്ത് നിൽക്കാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. പിന്നെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നമുക്ക് 1-to-1 ട്യൂഷൻ. നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം നീക്കി വെക്കേണ്ടി വരും. അപ്പം നമുക്ക് ടൈം ക്ലാഷ് വരും. മറ്റു കുട്ടികൾ വരുമ്പോഴത്തേക്ക് കൂടുതൽ കുട്ടികൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഓൺലൈൻ ട്യൂഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിലൊക്കെ ഒന്ന് നോക്കൂ. അപ്പം നിങ്ങൾക്കും ഇത് കണക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഓൺലൈൻ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കേട്ടോ. ഞാൻ കൂടുതലായിട്ട് എടുക്കുന്ന സബ്ജക്ട്സ് മാത്സ് ആണ്. എങ്കിലും ഹിന്ദി ഒഴിച്ച് ബാക്കി ഒരുവിധം സബ്ജക്ട്സൊക്കെ ഞാനിപ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഓൺലൈൻ ട്യൂഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എങ്കിലേ ഇതുപോലുള്ള കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് വരാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.